സെക്സിനെ സംസാരിക്കുന്ന ടാബുവായിട്ടാണ് നമ്മളുടെ കേരളത്തിലല്ല. അത് റിലീജിയൻ കാരണമാണ്. അത് ലിബറലൈസ് ചെയ്യണം. എന്നാലേ പീഡനം, റേപ്പിൽ ഒഴിവാക്കാൻ പറ്റും വെസ്റ്റേൺ കൺട്രീസിലെ പോലെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലെഫ്റ്റ് ബ്രെയിൻ മാത്രം മെസ്റ്റർ ചെയ്യുന്നില്ല, റൈറ്റ് ബ്രെയിൻ മെസ്റ്റർ ചെയ്യുന്നില്ല. ഒരാൾ പഠിക്കാൻ മോശമായതുകൊണ്ട് മണ്ടനാവണോ ഇല്ല. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ലെഫ്റ്റ് ബ്രെയിൻ മാത്രം മെസ്റ്റർ ചെയ്യുന്നുള്ളൂ. പിന്നെ മാനസിക രോഗം കേരളത്തിൽ വളരെ മോശമായില്ല കാണുന്നത്. അതൊരാൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. അങ്ങനെ ആൾക്കാരെ കളിയാക്കുകയല്ല ചെയ്യേണ്ട, അവർ കളിയാക്കുകയല്ല ചെയ്യേണ്ട. ചിലർക്ക് സെക്സ്വാലിറ്റി ആവശ്യമായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. ഹൈപ്പർ സെക്സ്വാലിറ്റി കൂടുതൽ ആൾക്കാരെ കഴപ്പ് കൂടുതൽ, അല്ലെങ്കിൽ കോഴി, അല്ലെങ്കിൽ ഞരമ്പ് രോഗം എന്നല്ല പറയേണ്ട. അവർക്ക് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ഹോമോസെക്സ്വാലിറ്റി പോലെ. ഒരു വേൾഡ് മുഴുവൻ ഒരു ഗവൺമെൻറ്റാക്കി മാറ്റാം. ഇപ്പോൾ ടെക്നോളജിയും കമ്പ്യൂട്ടർ ഉണ്ടായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ വാറ് പേടിയാം. പിന്നെ വരുന്ന മാസ് സർവൈലൻസ്. പ്രൈവസി വരുന്ന വീഡിയോസ് ഒരു ഇതിൽ സേവ് ചെയ്ത് വെക്കുക, ഡിറ്റർമൈൻ പ്രസിംഗ് വഴി. ബാക്കിയുള്ള വീഡിയോസ് ബാക്കിയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. അങ്ങനെയാണ് ക്രൈം അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് മാറ്റം വരാനുണ്ട്. ഇങ്ങനെ ഒരുപാട് മാറ്റം വരുത്തുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടാവും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ മാനസിക വളർച്ച വരുന്നില്ല. ഇപ്പോൾ പഠിപ്പിച്ചിട്ട് വരുന്ന ആൾക്കാർ അവർക്ക് നോളജ് മാർക്ക് സിസ്റ്റം മാറ്റണം, എക്സാം സിസ്റ്റം മാറ്റണം. അത് ഐൻസ്റ്റൈൻ പണ്ടുപോലെ പറയുന്നതാണ്. എക്സാംസ് വിൽ കിൽ ക്രിയേറ്റിവിറ്റി. പഠിത്തത്തിലുള്ള സ്ട്രെസ് കുറയ്ക്കണം. IIT IIM എഡ്യൂക്കേഷൻ കൊമേഴ്സ്യലൈസ് ചെയ്യുകയാണ്. അവിടെ ലോജിക് അനാലിസിസ് മാത്രമേ ഉള്ളൂ, പ്രോബ്ലം സോൾവിങ് മാത്രം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പുതിയ ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റ് ഉണ്ടാക്കണം എൻകറേജ് ചെയ്യുന്നില്ല. നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ വേറൊരാളുടെ ഐഡിയ എടുക്കണം. നമ്മൾ സ്വന്തമായി ചിന്തിക്കുമ്പോഴാണ് പുതിയ ഐഡിയ വരുന്നത്. അപ്പോൾ ഇൻഡ്യൂഷൻ ഇമാജിനേഷൻ ആണ് പ്ലാറ്റ്ഫോം. അതിൻ്റെ മേളിലാണ് ലോജിക് അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒറിജിനൽ യൂണിവേഴ്സിറ്റി തിയറി തോന്നിയത് നെറ്റ് ആദ്യം വാക്യൂം ഒന്നുമില്ല, 0. അതിൽ ഒരു കംപ്രഷൻ വരുമ്പോൾ -1 വരുന്നു, നെഗറ്റീവ് ആ പ്രശ്നമില്ല. അപ്പോൾ +1 വരുന്നു, ബാലൻസ് ചെയ്യാം. ആ -1 ആൻറ്റി യൂണിവേഴ്സും +1 യൂണിവേഴ്സായി മാറണം, പാരലൽ യൂണിവേഴ്സുമായി. ഇതാണ് ഒറിജിനൽ യൂണിവേഴ്സിറ്റി പറ്റി എൻ്റെ ഒരു ഫൈൻഡിങ്. പിന്നെ കേരളത്തിൽ കുഴപ്പമാണ്, ഇന്ന ജോലി ചെയ്യുന്നത് മോശമാണ്, ഇന്ന ജോലി ചെയ്യുന്നത് നല്ലതാണ്. അത് വെസ്റ്റേൺ കൺട്രീസിൽ ഇതില്ല. അത് എല്ലാ ജോലിയും ഒരേ ഡിഗ്നിറ്റി വേണം. പിന്നെ ഹോമോസെക്സ്വാലിറ്റി വെസ്റ്റേൺ കൺട്രീസിൽ ഭയങ്കര ലിബറലൈസ്ഡ് ആണ്. ഇവിടെ വളരെ പ്രശ്നമാണ്. ഹോമോസെക്സ്വൽ ആൾക്കാർ നോർമൽ, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവർ ഹെറ്ററോസെക്സ്വൽ ആകണമെന്നുള്ളത്. ഇന്ന് പറഞ്ഞാൽ അവർ പീഡിപ്പിക്കരുത്. പിന്നെ സിനിമയുടെ ലക്ഷ്യം ഈ എൻ്റർടൈൻമെൻ്റ് അല്ല. മെസ്സിക്ക് കൊടുക്കുമ്പോൾ ആൾക്ക് ബോർഡ് കഴിക്കാൻ വേണ്ടിയാണ് എൻ്റർടൈൻമെൻറ്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റിവിറ്റി, അതായത് ഈ പോസ്റ്റ് ഇടുന്നത് മാത്രമല്ല, നെഗറ്റീവ് കമൻസ് ഇടുന്നവർ വളരെ മോശം കമൻസ് ഇടുന്നവർക്കെതിരെയും നിയമ നടപടി എടുക്കണം. ഇവിടെ നിയമങ്ങൾ സ്ട്രോങ് അല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇവിടുത്തെ റിലീജിയസ് അപ്രോച്ചാണ്. പണിഷ്മെൻ്റ് അല്ല കൊടുക്കേണ്ടത്, റെക്ടിഫിക്കേഷനാണ് ചെയ്യേണ്ടത്. സെക്സ്വാലിറ്റി കൂടുതൽ ആൾക്കാരെ കഴപ്പ് കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത്. അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, അത് അവരുടെ വീക്ക്നെസ്സാണ്. പിന്നെ വേറൊരു കാര്യമാണ് കേരളത്തിലെ യുക്തിവാദം നിരീശ്വരവാദമായി മാറുകയാണ്. ദൈവം ഉണ്ടോ ഇല്ലയോ സയൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സയൻസ് ഫൈനൈറ്റാണ്. സയൻസിൽ ലോജിക് ലെവൽ കാര്യം എവിഡൻസ് വെച്ച് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മെറ്റാഫിസിക്സ് ട്രാൻസ്ലേറ്ററിലെ കാര്യങ്ങളിൽ എവിഡൻസ് അല്ല. അപ്പോൾ ഗോഡ് ഒരു അങ്ങനത്തെ കോൺസെപ്റ്റാണ്. അത് സയൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സയൻസ് റിലീജിയനായി മാറുകയാണ്, സയൻറ്റിസ്റ്റുമായിട്ട് ഡോഗ്മാറ്റിക് ആവുകയാണ്. പിന്നെ ഇവിടുത്തെ ഡിസ്കഷൻ ആർഗ്യുമെൻ്റായി മാറുകയാണ്. കാരണം ഈഗോ കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മളുടെ കോർപ്പറേറ്റുകൾ, സെലിബ്രിറ്റീസ് കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണം. എന്ത് കാണിച്ചാൽ ഒരു സിനിമ വിജയിക്കാനല്ലെന്ന് നോക്കണ്ട. കോർപ്പറേറ്റുകൾക്ക് എത്തിക്സ് ഉണ്ടെങ്കിൽ ലോങ് ടേം വർക്ക് ചെയ്യില്ല. എത്തിക്സാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാക്കേണ്ടത്. അതുണ്ടാക്കിയില്ലെങ്കിൽ എത്ര ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല. എഡ്യൂക്കേഷൻ്റെ ബ്രെയിനൊപ്പം എഡ്യൂക്കേഷൻ ഹാർട്ടും വേണം. ബുദ്ധി മാത്രം പോരാ, നല്ലൊരു മനസ്സും വേണം. നല്ലൊരു മനസ്സില്ലാതെ ബുദ്ധി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വളരെ ഡാമേജായി മാറും. കേരളത്തിൽ സിനിമാക്കാർക്ക് യാതൊന്നുമില്ല. അതൊരു ക്രിയേറ്റീവ് ഇമാജിനേറ്റീവ് തോട്ട് പ്രോസസ്സുള്ള കാര്യമാണ്. അവർ വളരെ നെഗ്ലക്റ്റ് ചെയ്യണം. അവർ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുകയാണ്. കേരളത്തിലെ ആളുകൾ കുറച്ചുകൂടെ സോഷ്യൽ കമ്മിറ്റഡാണ്. ഇവിടെ ഫാമിലി മാത്രമായതുകൊണ്ടാണ് പല ജനറേഷന് വേണ്ടി ഈ രൂപ ഉണ്ടാക്കി അഴിമതി ചെയ്യുന്നത്. കറപ്ഷൻ വരാനുള്ള കാരണം അതാണ്. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും വേണം, ഫാമിലി കമ്മിറ്റ്മെൻറ്റ് മാത്രമല്ല.
പിന്നെ ആൾക്കാർ കുറച്ചൊരു മനുഷ്യത്വം കാണിക്കുക. ഈ ദൈവത്തോട് കുറേ സെൽഫിഷ് മാത്രമേ പറയുന്നതല്ല, നല്ല മനുഷ്യരായി മാറുക. പണ്ട് കമ്മ്യൂണിസം നല്ലതായിരുന്നു, ഇപ്പോൾ കമ്മ്യൂണിസം വളരെ മോശമായിരിക്കുകയാണ്. ഇപ്പോൾ എത്തിക്സിന് യാതൊരു വലിയില്ല. എത്തിക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ സൊസൈറ്റിയിൽ ഇത്ര നെഗറ്റീവ് വരുന്നത്. എ വരുമ്പോഴാണ് പ്രശ്നതാണ്. പിന്നെ നമുക്കൊരു വിചാരിച്ചാൽ കണക്കാണല്ല, ഞാൻ കണക്കൊന്നും ചെയ്യുന്ന എന്നാലും പറയാണ്, കണക്ക് മാത്രമല്ല പലതരത്തിലും ഇൻ്റലിജൻസ് ഉണ്ട്. ഈ ലോകത്ത് മണ്ടന്മാരായിട്ട് ആരുമില്ല. റൈറ്റ് ബ്രെയിനും മെസ്റ്റർ ചെയ്യണം. ഇപ്പോൾ സ്പടികൻ സിനിമയിൽ ചാക്കമാശ് പറയണ്ട, ആദ്യം പഠിത്തം പിന്നെ കണ്ടുപിടുത്തം. തെറ്റാണ്. ആദ്യം കണ്ടുപിടുത്തം വേണം, പിന്നെയാണ് പഠിത്തം വരുന്നത്. ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യണം, സെക്സ് ലിബറലൈസ് ചെയ്യണം, മാസ് അലവൻസ് കൊണ്ടുവരണം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ റൈറ്റ് ബ്രെയിൻ മെസ്റ്റർ ചെയ്യണം. ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട്. ഇത് ഞാൻ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇനിയും പറയാണ്ട്, അത് പിന്നീട് പറയാം.